നമസ്കാരം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറിന്റെ മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം ഗെയിം ചേഞ്ചർ റിലീസ് ചെയ്തത്. കമൽഹാസനെ നായകനാക്കി ഒരുക്കിയ വമ്പൻ ചിത്രം ഇന്ത്യൻ 2 ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതിന്റെ ക്ഷീണം മാറ്റാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ശങ്കർ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ കൈവിട്ടു. മറ്റൊരു ദുരന്തത്തിന്റെ വിധിയെഴുത്തായിരുന്നു അത്. രാജമൗലിയുടെ RRRന് ശേഷം പാൻ ഇന്ത്യൻ ഹീറോയായി മാറിയ RC എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന രാംചരൺ തേജയെ നായകനാക്കി ശങ്കർ എടുത്ത ഗെയിം ചേഞ്ചർ ഇത്ര വളിപ്പാകുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. അസഹനീയമായ വിഷ്വൽ ടോർച്ചറും തലവേദനയുമാണ് ഈ ചിത്രം പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. ശങ്കറിന്റെ കാലം കഴിഞ്ഞു എന്ന് അടിവരയിടുകയാണ് ഈ ഫ്ലോപ്പ് കൂടി. നേരത്തെ കമൽഹാസനെ നായകനാക്കിയെടുത്ത ഇന്ത്യൻ 2 8 നിലയിലല്ല 14 നിലയിൽ പൊട്ടിയിട്ടും അദ്ദേഹം പഠിച്ചില്ലാവുന്നു. അതിന്റെ തെളിവാണ് ഈ സിനിമ എന്ന് പറയാം. ഇനി രാജമൗലിയുമായും പ്രശാന്ത് നീലുമായും സുകുമാറുമായും ഒക്കെ ശങ്കറിനെ താരതമ്യം ചെയ്തുള്ള ചർച്ചകളുടെ പോലും ആവശ്യമില്ല എന്നാണ് ന്യൂജൻ സിനിമ നിരീക്ഷകരടക്കം പറയുന്നത്. കഥയും കഥാസന്ദർഭങ്ങളും പഴഞ്ചനും ക്ലീശയുമാണ്. 2010 റിലീസായാൽ പോലും കണ്ടിരിക്കാൻ പറ്റാത്തവ. ശങ്കറിന്റെ സ്ഥിരം പരിപാടിയായ അഴിമതി വിരുദ്ധ യുദ്ധം തന്നെയാണ് ഇവിടെയും കഥ. IPS കിട്ടി പിന്നെ IAS നേടിയ കളക്ടറാണ് ചിത്രത്തിലെ നായകൻ. രാംചരന്റെ ഇൻട്രോയൊക്കെ കണ്ടിരിക്കാൻ പറ്റാത്ത വിധം കത്തിയാണ്. തെലുങ്ക് പ്രേക്ഷകരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും സിനിമ ഇറക്കിയത്. പക്ഷേ ആ ജനതയെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ചിത്രം സമ്മാനിക്കുന്നത്. തീർത്തും അരോചകമായിട്ടാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഏറെയും. ബോഡി ഷെയ്മിംഗ് കോമഡികൾ യഥേഷ്ടം. ഇതൊക്കെ കണ്ടു ചിരിക്കാൻ ഇപ്പോഴും ആളുണ്ടെന്ന ശങ്കർ എന്ന എഴുത്തുകാരനെയും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാമൊക്കെ ഈ പടത്തിൽ പോയി കാണിച്ചു വെക്കുന്ന വഷളൻ തമാശകൾ കണ്ടാൽ തല കുനിച്ച് നിന്നു പോകും. അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച കയ്യടി നേടുന്ന നമ്മുടെ മലയാളി നടന്മാർക്ക് പോലും നാണക്കേടായി പോകും ഇത് കണ്ടാൽ. ജയറാമിനെ പോലെ ഇത്രയും നല്ല വേഷങ്ങൾ ചെയ്ത നടന്മാരൊന്നും 10 കാശിന് വേണ്ടി അന്യഭാഷകളിൽ പോയി ഇങ്ങനെ കോപ്രായം കാട്ടരുത്. ചവിട്ടുകൊണ്ട് വീണും കേട്ടാൽ ചിരി വരാത്ത കോമഡികൾ പ്രയോഗിച്ചുമാണ് ജയറാം ഇതിൽ നമ്മളെ വിഷമിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ മോശമാണ് ഇത്തരം കോപ്രായ വേഷങ്ങൾ. പത്മരാജൻ എന്ന മഹാസംവിധായകൻ കൊണ്ടുവന്ന ജയറാമാണ് ഇത്തരത്തിൽ തരം താണ അഭിനയം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നിപ്പോകും. അതുപോലെ തറയാണ് പുഷ്പയിലും ജയിലറിലും ഒക്കെ ഗംഭീര പ്രകടനം നടത്തിയ നടൻ സുനിലിന്റെ കഥാപാത്രവും. അങ്ങേയറ്റം അരോചകം. ഗർഭപാത്രത്തിൽ ചെരിങ്ങി കടന്നതിനാൽ തന്നെ പിന്നെ അങ്ങോട്ട് എന്തു ചെയ്താലും ചെരിങ്ങി പോകുന്ന ഒരു വിചിത്ര കഥാപാത്രം. കോമഡിക്കായി തട്ടിക്കൂട്ടിയ ഇത്രയും കോപ്രായങ്ങൾ കണ്ടിരിക്കാൻ പറ്റില്ല. കഥാനായികയായ കിയാറ അഡ്വാനിക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. പാട്ടുകളിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുന്നു, പോകുന്നു. SJ സൂര്യയാണ് തമ്മിൽ ഭേദമെന്ന് പറയാനുള്ളത്. പതിവ് പോലെ അല്പം എക്സെൻട്രിക് ആയ കഥാപാത്രം. പക്ഷെ ശങ്കറിന്റെ രചനാ വൈകല്യം മൂലം അതും എവിടെയും എത്തിയില്ല. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ മകൻ കൂടിയായ രാംചരൺ തേജ എന്ന യൂത്ത് സൂപ്പർ സ്റ്റാർ ഒന്നാന്തരം നടനാണെന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ കിട്ടണ്ടേ? രാജമൗലിയൊക്കെ അവിടെയാണ് നമ്മൾ നമിക്കേണ്ടത്. ഇത്രയും മോശം പടം എടുത്തു വെച്ചിട്ട് ആദ്യ ദിനം തന്നെ 186 കോടി നേടി എന്ന വ്യാജ പ്രചരണവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. നാണക്കേട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 86 കോടി രൂപ മാത്രമാണ് ചിത്രം കളക്ഷൻ നേടിയത്. തട്ടിയും മുട്ടിയും ഒക്കെ 100 കോടി കളക്ഷൻ പിന്നിടുകയും ചെയ്തു. അതേസമയം ആളൊഴിഞ്ഞ തിയേറ്ററുകളുടെ വീഡിയോ ഒക്കെ പങ്കുവച്ചുകൊണ്ടാണ് ന്യൂജൻ ഇൻഫ്ലുവൻസർമാർ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത്.